ഇന്ന് നമ്മളിവിടെ കാണിക്കാനായിട്ട് പോകുന്നത് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. എന്നാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. നല്ല കറുമുറയായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml ഒരു കപ്പാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ ഒരു വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. പിന്നെ 2 നുള്ള മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ചൂടാവുന്ന ഒരു സ്റ്റേജ്, തിളക്കുന്നതിന് തൊട്ട് മുന്നായിട്ടുള്ള സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നമ്മളതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ വെള്ളം 1 കപ്പാണല്ലോ എടുത്തത്, 250 ml ഒരു കപ്പാണല്ലോ വെള്ളം എടുത്തത്. സെയിം അളവിൽ തന്നെയാണ് നമ്മൾ റവയും ചേർത്ത് കൊടുക്കുക. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് വറുത്തെടുത്തിട്ടുള്ള റവയാണ്. അപ്പോൾ അതാണ് ഞാൻ ചേർക്കുന്നത്. അത് സെയിം കപ്പിൽ 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ തിളക്കാനും വരുന്ന തൊട്ട് മുന്നേയുള്ള സ്റ്റേജിലായിട്ട് അത് ഇട്ട് കൊടുക്കുന്നത്. തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് സമയം അതിലെല്ലാ വെള്ളവും നന്നായിട്ട് ഈ ഒരു ഇത് അബ്സോർബ് ചെയ്യണം. ഈ ഒരു റവ അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ആ വെള്ളമൊക്കെ എത്തുന്ന രീതിയിൽ, റവയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, ചെറിയ തീയിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടുള്ളൂ. എല്ലാ ഭാഗത്തേക്കും ആ വെള്ളമൊക്കെ എത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ തന്നെ ചെയ്തെടുക്കുക. ഒരു മിനിറ്റ് 2 മിനിറ്റ് ആവും വരെ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ. ആ ആവിയിൽ കിടന്നിട്ട് തന്നെ 5 മിനിറ്റ് അടച്ചു വെക്കാം, ഒന്നുകൂടെ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. അതൊരു ബോൾ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക കേട്ടോ. എല്ലാം കൂടെ ഇതിപ്പോൾ ഇങ്ങനെ ആകെ പരന്ന് കിടക്കുന്ന പോലെയാണല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് കൂട്ടിയിട്ട് ഒരു ബോൾ ഷേപ്പിലാക്കിയെടുക്കുക. പിന്നെ അതിന് മുന്നേ ബോൾ ഷേപ്പിലാക്കിയെടുക്കുന്നതിന് മുന്നേ ഏകദേശം 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ വെള്ളത്തിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ ഞാനിപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ ഇതുപോലെയാണ് ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചെറിയ ചൂടിൽ തന്നെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നല്ല ചൂടാണ്, ചെറിയ ചൂടിൽ തന്നെ ചെയ്യാം. ചെറിയ ചൂടിൽ തന്നെ ഇത് ഇങ്ങനെ ജസ്റ്റ് അത് ഒരു ബോൾ രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് നേരം ഇരുന്ന് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കുഴച്ചെടുത്തിട്ട് എല്ലാ ബോളാക്കിയിട്ട് എടുത്താൽ മതി. ഇങ്ങനെ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ ഇതുപോലെ ആക്കിയാൽ ഡ്രൈ ആയിട്ട് പോവില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ചെറിയ ചെറിയ കുഞ്ഞു ബോൾസ് ആക്കി എടുക്കണം. വലിയ ബോൾസ് ആക്കി നമുക്ക് കറക്റ്റ് ക്രിസ്പി ആയിട്ടൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് കയ്യിൽ ഞാൻ കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്, അത് ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്, ഒട്ടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഒട്ടും ക്രാക്ക് വീഴാതെ വേണം ഇത് ബോൾസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. റവയാണ്, അതുപോലെ തന്നെ നമ്മളിത് ക്രാക്സ് വീണ് പോയാൽ നമ്മൾ ഓയിലിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുകയാണല്ലോ, അപ്പോൾ അത് ഇങ്ങനെ പൊട്ടിപ്പോവാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതുപോലെ ഇങ്ങനെ മെല്ലെ അങ്ങ് ഉരുട്ടിയിട്ടെടുത്താൽ മതി. ഓവറായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കണ്ട, ക്രാക്ക് വീഴാതെ ശ്രദ്ധിക്കുക. അങ്ങനെ ഓരോ ബോളും ക്രാക്ക് വീഴാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഉരുട്ടിയെടുക്കാനാണ് ഈ ഒരു ഇതിൽ കുറച്ചൊക്കെ ഒരു പണിയായിട്ടുള്ളത്. കുറച്ച് സമയം ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ കറക്റ്റ് ഇതിൽ നമുക്ക് കിട്ടണം. ക്രാക്ക് വീഴാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇത് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിന് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഒരു 1-2 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നല്ല ചെറിയ തീയിലിടരുത്, നല്ല ഹൈ ഫ്ലെയിമിലിടരുത്, ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ തീയിലിട്ടിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അത് വിള്ളൽ വന്നിട്ട് അത് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് അങ്ങ് പുറം ഭാഗമൊക്കെ കളർ ചേഞ്ച് ആവും, എന്നാൽ ഉൾഭാഗം കറക്റ്റായിട്ട് കുക്കായി ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഞാനിത് 2 ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഒന്ന് ഇളക്കണ്ട, ജസ്റ്റ് ഒന്നങ്ങ് ഫ്രൈ ആവുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തണുക്കുന്ന സമയത്ത് ഒന്നുകൂടെ ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ എല്ലാം ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചാറ്റ് മസാല കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് പകരം നിങ്ങൾക്ക് നമ്മൾ മാഗി നൂഡിൽസൊക്കെ ഉണ്ടല്ലോ, അതിലുണ്ടാവുന്ന മസാലപ്പൊടികളുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ.
പിന്നെ അതിലേക്ക് ഒരു 2 നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ കൈവച്ചിട്ട് ഇരുന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ കുടഞ്ഞെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്